ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം. അപ്പോൾ കഥയിൽ എങ്ങനെ വെച്ചാൽ നമ്മുടെ മനു ശങ്കർ വന്നിട്ട് അവിടേക്കൊന്ന് ശുദ്ധികലശം നടത്തുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അലീനേനെ കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. മുത്തശ്ശി ആണെങ്കിൽ അലീനയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് മുത്തശ്ശിക്ക് കേട്ടോ. മുത്തശ്ശി മോളേന്ന് വിളിക്കുന്നുണ്ട്. അവൾക്ക് അലീന അടുത്ത് വരുന്നു, പിന്നെ വിവരങ്ങളൊക്കെ പറയുകയാണ്. സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ പറയും, എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്നെ വിളിച്ച് പറയണം എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് വൈജ എന്താ പറഞ്ഞത്, വൈജയന്തി തന്നെ വൈജ എന്താ പറഞ്ഞത് ചോദിക്കുകയാണ്. ഓ, ആൻറ്റി വലിയ ഇതൊന്നുമില്ല, പക്ഷേ ആൻറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നറിയും. അപ്പോൾ നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട്, നീ എന്തായാലും ബാഗൊക്കെ ഒരു ഭാഗത്ത് വെക്ക്, എന്നിട്ട് നീ പോയി നല്ലൊരു ചായ എടുത്ത് കൊണ്ട് വാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അലീന. എന്നിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ദേ എന്താണ് വെയിൽ വന്നല്ലോ മുഖത്ത് അറിയുമ്പോൾ ചിരിക്കും. അപ്പോൾ എന്നാൽ കഴിക്കാനും കൂടെ എടുക്കട്ടെ അറിയും. അപ്പോൾ എടുക്കുക, ഞാനൊന്നും കഴിക്കാതെ രാവിലെ വന്നത്, ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തോ എന്ന് പറയുകയാണ് കേട്ടോ. ശരി പറഞ്ഞിട്ട് അങ്ങനെ പോവുക. അപ്പോൾ എൻ്റെ അലീന അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മനു പോയിട്ട് വാതിലടക്കി എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പറയും, എന്ത് കഷ്ടമാണെന്നറിയോ മോനെ, അതിനെല്ലാവരും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടുകയാണ്, എന്ത് ചെയ്യാമെന്നറിയും. അപ്പോൾ പറയും, പാവാണ് മുത്തശ്ശി, ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി, അത് ഇവിടെ പറ്റി ചേർന്ന് നിന്നോളും എന്നൊക്കെ പറയണേ. അപ്പോൾ പറയാണ് കേട്ടോ മനു. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് പാവം കൊച്ചാ, അത് എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് ഈ വീട് ഒരു സ്വന്തം വീട് പോലെയാണ്. അങ്ങനെ തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇവിടെ അവൾ സ്വന്തം വീട് പോലെ നോക്കുന്നത്, ഇവിടെയുള്ള കുട്ടികളൊക്കെ കാണുന്നതും സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ്. പക്ഷേ ഈ വൈജയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ബാലചന്ദ്രൻ പാവമാണ്, പക്ഷേ വൈജ പറയുന്ന പോലെ അല്ല അയാൾ ചെയ്യുള്ളൂ. അപ്പോൾ പറയും, പിന്നെ എന്തായാലും പക്ഷെ ഒന്നുണ്ട് കേട്ടോ മുത്തശ്ശി, ആൻറ്റി ഇപ്പോഴും ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആൻറ്റി എന്താ പറയണത്, പറ്റില്ല അവളിവിടെ നിൽക്കണ്ടെന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മനു ഹാളിലേക്ക് വരികയാണ്. അങ്ങനെ ബാലചന്ദ്രനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ചായ കൊടുന്ന് കൊടുക്കുമ്പോൾ പറയാം, ഇതാണ് ചായ പറഞ്ഞിട്ട് ഇങ്ങനെ മനു ഭയങ്കര ഇതായിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇയാളും ഉണ്ട്, ബാലചന്ദ്രനും ഉണ്ട്. അപ്പോൾ പറയും, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് കഴിച്ചു നോക്കുമ്പോൾ ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല, നീ കഴിച്ചോ അലീന വയ്ക്കുമ്പോൾ ഇല്ല അറിയാം. നീ കഴിക്കാതെയാണോ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പോയേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ പറയും, വാ അങ്ങോട്ട് വാ, പ്ലേറ്റ് എടുത്തിട്ട് വാ, നമുക്ക് കഴിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ട് പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്ന് അവർക്കൊക്കെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ വിളമ്പും. അത് കഴിഞ്ഞിട്ട് നീ അവിടെ നിൽക്കല്ലേ, പ്ലേറ്റ് എടുത്തിട്ട് വാ എന്ന് പറയും. അപ്പോൾ മനു പറയും, എടുത്തിട്ട് വാ, വന്നിരിക്കുക പറയും. അങ്ങനെ വന്ന് പ്ലേറ്റിൽ ഇഡ്ഡലി എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുക ലീന എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെ മടിയോട് കൂടിയാണെങ്കിലും അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ മനുവും ബാലചന്ദ്രനും കൂടെ ഒരു സംഭാഷണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്താ ഈ ആൻറ്റി ഇങ്ങനെ ആയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, എനിക്കറിയില്ല മനു, പിന്നെ എന്താ വെച്ചാൽ അവളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയും, പിന്നെ അവൾക്ക് ഇവിടെ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവർക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് വല്ല സ്ട്രെസ്സും വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ അറിയാനും പോണില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ആൻറ്റി പിന്നെ എന്തേ ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ ഒരു സ്വഭാവം. ഡൽഹിയിൽ അവിടെ എവിടെയാണ് ഒരു സ്കൂളിലെ ടീച്ചറൊക്കെ ആയിരുന്നു പണ്ട് എന്നൊക്കെ, അത് കല്യാണത്തിൻ്റെ മുന്നേ ടീച്ചറൊക്കെ ആയിരുന്നു, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി നമുക്കറിയില്ല എന്നൊക്കെ അങ്ങനെ പറയണം. പക്ഷേ ഈ മനുഷ്യനെ അറിയില്ല അവരുടെ മോളാണ് ഇത് എന്നുള്ളത്, ഇവക്കും അറിയില്ല. അങ്ങനെ അവിടുന്ന് അവരെല്ലാവരും കൂടി ഇരുന്ന് കാപ്പി കുടിക്കുകയാണ്. കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ബാലചന്ദ്രനും മനുശങ്കറും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ അവരൊക്കെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വൈജയന്തി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പിന്നെ മനുശങ്കറിൻ്റെ അമ്മ വിളിക്കുകയാണ്. അപ്പോൾ പറയും, നീ എവിടെ വീട്ടിലാണോ ചോദിക്കുമ്പോൾ, അല്ല എടുത്ത് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ ചോദിക്കുക, അല്ല മനു ഹരിയും കൂടെ അങ്ങോട്ട് വന്നിട്ട് എന്തായി, അവർ പിന്നെ ഇങ്ങോട്ട് കാണാമല്ലോ പറഞ്ഞു. ഹരി അങ്ങോട്ട് എത്തിയില്ലേ ചോദിക്കുമ്പോൾ, ഇല്ല ഹരി ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു, മനു അവിടെ ഉണ്ട്, ഞാൻ പോരുമ്പോൾ അവിടെ ഉണ്ട് എന്നറിയാം. അപ്പോൾ ഒന്നും പറയണ്ട, അവിടുത്തെ അവിടുത്തെ ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഒന്നും പറയേണ്ട അടുത്ത് മനു ഹരിനെയും കൂട്ടിക്കൊണ്ട് വന്ന് അവനവിടെ കടത്തി നാണം കെടിയിച്ചു എന്ന് പറയും. എന്താ കാരണം എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അവിടെ ഉണ്ടല്ലോ ഒരുത്തി,
അലീന അവൾ എന്താണ് ഹരി തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളോ എന്തൊക്കെയോ ഉണ്ടായി, അതിൻ്റെ മുകളിൽ ചോദ്യവും പറച്ചിലും ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറയും. ഈ മനുവിനിത് എന്തിൻ്റെ കേടാണ്? നമ്മുടെ പയ്യൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ട, അവൾ വീട്ടുവേലക്കാരിയല്ലേ, അവളെ കൂടെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയും. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, മനുവിനെ ഒന്ന് ശ്രദ്ധിച്ചോ, അവന് ആ പെണ്ണിലേക്കൊരു ചായ്വുണ്ട് എടുത്തി, വെറുതെ നാണക്കേട് ഉണ്ടാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും ഓഹോ അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ വൈജയന്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മനുവിൻ്റെ അമ്മോട് പറയുകയാണ് വിവരങ്ങൾ. അപ്പോൾ പറയും ഇങ്ങനെ അവനെ ഹരിയെ കൊടുത്ത് നാണം കെടുത്തത് പയ്യന്മാരല്ലേ, അവന്മാർ ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടികളോട്, പെണ്ണുങ്ങൾ എന്നേ പറയുള്ളൂ, പെൺകുട്ടിയെന്നൊന്നും പറയില്ല, പെരുമാറുമായിരിക്കും. അതിനിപ്പോൾ നമ്മൾ അവരെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ മനുവിന് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല മനു ശങ്കർ, മനുവല്ലേ ഇവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ, എന്നാൽ നീ പോയിക്കോ എന്ന് പറയുമ്പോൾ ശരി എടുത്തിന്ന് പറയും. അപ്പോൾ എല്ലാതും പൊടിപ്പും തൊങ്ങലും വെച്ച് വൈജയന്തി നാത്തൂനോട് പറഞ്ഞു കൊടുക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ മനുവിനെ വിളിക്കുമ്പോഴേക്കും മനു ശങ്കർ അങ്ങോട്ട് എത്തപ്പോൾ അവൻ പോവുകയാണ്, വീട്ടിലേക്ക് പോകുന്നു. മനു ശങ്കർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നീ അവിടെ നിന്ന് നിന്നേ എന്ന് പറയാണ് അമ്മ. അപ്പോൾ പറയുക എന്താ അമ്മ എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുക എവിടെ ഹരി എവിടെ വെച്ചപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിക്കും. ഇല്ല അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, എവിടെ പോയി അവൻ? എനിക്കറിയില്ല, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ പറയുമ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് എവിടെയോ നിൽക്കുകയാണ്, എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്, നിൻ്റെ അനിയനല്ലേ, അവനെന്തെങ്കിലും തട്ടുകേട് കാണിച്ചിട്ടെങ്കിൽ നീ അവൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, നീ എന്ത് പണിയാണ് അവിടെ പോയി കാണിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും അമ്മ അവൻ ചെയ്ത വൃത്തികേട് എന്താണെന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് നോക്കുമ്പോൾ അവനെന്തായിക്കോട്ടെ അവൻ ചെറുപ്പമല്ലേ, അപ്പോൾ അവൻ്റെ എന്ത് പിന്നെ ഇതിന് നീ അവൻ്റെ ഏട്ടനല്ലേ, നീയല്ലേ കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയാം അത് ശരി, അവൻ എന്ത് വൃത്തികേടും കാണിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ നിൽക്കണം എന്നാണോ അവൻ പറയുന്നത്, അതിന് എന്നെ കിട്ടില്ല, അതിന് വേറെ ആളെ നോക്ക്, ആ പെൺകുട്ടിയുടെ അവൻ അങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടുണ്ടോ, സ്വർണം കൊണ്ടു കൊടുക്കുക, അവൻ മോഷ്ടിക്കുക, അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ഇവർ അമ്മയും മകനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പറയുന്നുണ്ട്. അപ്പോൾ പറയും ഒരു കാര്യം ഞാൻ അമ്മോട് പറയാം, പിന്നെ എന്താണ് ഇവനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നാണക്കേടാവും, പിന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയോ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയും. അപ്പോൾ മനു അറിയാം അവൻ എവിടെയെങ്കിലും വല്ല ബാറിലും ഇരുന്ന് വെള്ളം അടിക്കണ്ടാവും എന്ന് പറയും. അവൻ മദ്യപിക്കുകയും ചെയ്യുമോ? അപ്പോൾ മനു ചിരിക്കുക, അമ്മയ്ക്ക് എന്തറിയാം അവനെക്കുറിച്ചിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ മനുവിൻ്റെ കല്യാണം ഏതാണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അത് നാത്തൂനും കൂടെ സംസാരിക്കുന്നുണ്ട്. മനുവിന് ഇങ്ങനെ ഏതൊരാളുടെ പേര് പറഞ്ഞിട്ട് അയാളായിട്ട്, അതായത് മനുവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പിന്നെ പെങ്ങളെ മകളോ, അത് ഈ മനു ശങ്കറും ആ കുട്ടിയൊക്കെ ഒപ്പം പഠിച്ചതാണ്, അവരൊരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കല്യാണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ നടത്തുള്ളൂ, അല്ലാണ്ട് വേറെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക സംസാരിച്ചുകൊണ്ട് പിന്നെ പറയുന്നുണ്ട് മനുശങ്കറിൻ്റെ അമ്മയും കൂടെ പറയാണ്. അപ്പോൾ പറയും പിന്നെ അവനെ നിങ്ങൾക്ക് അറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, അവൻ്റെ ഒരു തെറ്റ് ചെയ്ത് അവനെ ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക ചെയ്യുക, അല്ലാണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അവൾ ശരിയല്ല, അപ്പോൾ അലീനയ്ക്കില്ലാത്ത കുറ്റങ്ങളില്ല കേട്ടോ, അവളല്ലെങ്കിൽ അവൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൾ നന്നല്ലെങ്കിൽ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കുക ചെയ്യേണ്ടത്, അല്ലാണ്ട് അവിടെ നിർത്തുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അമ്മയും മകനും കൂടി ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോൾ ലാസ്റ്റ് വേണമെന്ന പോലെ മനു പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുന്ന് ഇവൻ്റെ ഈ സ്വഭാവം കാരണം ഒരു പക്ഷേ നാളെ ഇതിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും, ഈ പ്രശ്നങ്ങളൊന്നും തീർത്ത് നടക്കലല്ല എൻ്റെ ജോലി, അതുകൊണ്ട് അമ്മ ഒന്ന് ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കൊണ്ടുവരും അവൻ, എല്ലാത്തിനും അവൻ്റെ എല്ലാ തെറ്റുകൾക്കും വളം വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ തല്ലി നേരാക്കി കൊണ്ടുവന്നാൽ അവന് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, അവൻ്റെ കാര്യം പോക്കാണേ എന്നങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വേണമെങ്കിൽ പോലെ പറഞ്ഞിട്ട് മനുശങ്കർ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈഗ തിരിച്ച് വീട്ടിൽ വരികയാണ്. കാർ കൊടുത്ത് നിർത്തുമ്പോൾ വൈഗയുടെ ഒരു സന്തതി ഉണ്ടല്ലോ, ഒരു മൂത്ത പെണ്ണ് കൃഷ്ണമോളുടെ മൂത്തതൊന്നുണ്ടല്ലോ, അപ്പോൾ അവൾ ഫോണിലിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ബാലേന്ദ്രൻ്റെ കാറ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താടി അച്ഛൻ നേരത്തെ വന്നോ, അതൊന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കണക്കുകളോ ബില്ലുകളോ ഒക്കെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ അപ്പോൾ പറയും അവൾ പോയില്ലേ ഇരിക്കുമ്പോൾ, അവൾ പോയിട്ടൊന്നുമില്ല, എന്താ അമ്മേ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടായത്, എനിക്കൊന്നും അറിയില്ല, ഞാൻ പോയി എന്ന് പറയും.
അവൾ പോയിട്ടൊന്നുമില്ല, അവളത് അവിടെ അടുത്തുണ്ട്. ഞാൻ വരുമ്പോൾ അയൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ പറയും പോയില്ലേ, അതെന്താ അവൾ പോവാഞ്ഞേ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാം പെണ്ണ്. അങ്ങനെ ഭദ്രകാളിയായിട്ട് ചാടി തുള്ളി ചെല്ലുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അലീന നിന്നിട്ട് കാണാം തേക്കണു, തുണി നിന്ന് തേക്കുന്നുണ്ടാവും. അതിങ്ങനെ നോക്കുകയാണ് നിന്നിട്ട്. അപ്പോൾ കാരണം മനസ്സിലായി അലീനയൊന്നും ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യാണ്ട് പിന്നെ നിന്ന് തുണി തേക്കുക. അപ്പോൾ പറയും നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ. എന്താണ് പെയ്തു തോരും മുൻപിലത്തെ കഥ. പെയ്തൊഴിയാതെയെന്ന് പെയ്തൊഴിയാതെയല്ലേ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ സീരിയൽ മിക്സാക്കരുത്. നല്ലൊരു സീരിയൽ, നമ്മളെ പവിത്രം പോലെ നല്ലൊരു സീരിയലാണ്, മിസ്സാക്കാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കഥ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുമോ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. പിന്നെ കഥയാണ്, മിസ്റ്റേക്കുകൾ വരാം. ചിലപ്പോൾ ആദ്യം പറയേണ്ട അവസാനം പറയും, അവസാനം പറയേണ്ട ആദ്യം പറയും. അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ ഈ കഥ പറയാതിരിക്കുമ്പോൾ 100,000 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വരും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്റ്റർബ് ആവും, അപ്പോൾ മറന്നു പോവുക. അതാണ് കേട്ടോ, സോറി. അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. ഒരു കഥ കേൾക്കുന്ന മൂഡിൽ കേൾക്കുക, തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.